ഈ കെ.സി. വേണുഗോപാലൊക്കെ വലിയൊരു അപകട സാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിന്ന് കേട്ടത്. അപ്പോൾ വിമാനയാത്രക്കിടയിലുണ്ടായ ഒരു സംഭവമാണത്. ഈ ഗോ എറൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവമാണ് ആ വിമാനത്തിൽ സംഭവിച്ചത്. എന്താ സംഭവം? ഈ ഗോ എറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും അതാണിപ്പോൾ എല്ലാവരും അതിശയത്തോടു കൂടി ചോദിക്കുന്നത്, എന്താണ് സംഭവിച്ചത്? ചെന്നൈ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവം ആ വിമാനത്തിലുണ്ടായിരുന്ന മലയാളി എംപിമാരെ ശരിക്കും ഭയപ്പെടുത്തിയൊരു സംഭവമായിരുന്നല്ലോ. എന്നാൽ അവിടെ സംഭവിച്ചത് ഗോ എറൗണ്ട് ആണെന്നാണ് എയർ ഇന്ത്യ വിശദീകരിച്ചത്. എയർ ഇന്ത്യയുടെ വിശദീകരണങ്ങൾ നമുക്കറിയാമല്ലോ. അന്ന് അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായപ്പോഴും എയർ ഇന്ത്യ വിശദീകരിച്ച പല കാര്യങ്ങളും നമുക്കറിയാം. ഇതോടെ എന്താണ് ഗോ എറൗണ്ട് എന്ന സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നു. എന്താണ് ഗോ എറൗണ്ട്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ലാൻഡ് ചെയ്യാൻ താഴ്ന്ന വിമാനം ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും പറന്നു വരുന്നതാണ് ഗോ എറൗണ്ട് എന്ന് പറയുന്നത്. ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടായാലാണ് ഗോ എറൗണ്ട് വേണ്ടി വരിക. ആ സമയത്ത് നമ്മൾ ഈ കൺട്രോൾ റൂമുമായിട്ട് പൈലറ്റുമാർക്ക് ബന്ധപ്പെടാനൊരു സംവിധാനമുണ്ട്. അതിൽ മെയ്ഡേ എന്ന് 3 പ്രാവശ്യം പറയുമ്പോഴാണ് ഒരു വിമാനത്തിന് പ്രശ്നമുണ്ടായി എന്ന് പറയുന്നത്. മെയ്ഡേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇതുപോലെ ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് 3 പ്രാവശ്യം മെയ്ഡേ എന്ന് പൈലറ്റ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കണമല്ലോ, ഈ കൺട്രോൾ റൂമിലുള്ളവർ കണ്ടുപിടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ ഈ വിമാനം കത്തിയമരുന്നതാണ് കണ്ടതെന്ന് അന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ഗോ എറൗണ്ട് എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ താഴ്ന്ന വിമാനം ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും പറന്നു വരുന്നതാണ് ഗോ എറൗണ്ട് എന്ന് പറയുന്നത്. ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടായാലാണ് ഗോ എറൗണ്ട് വേണ്ടി വരിക. വിമാനം ലാൻഡ് ചെയ്യുന്ന വേഗത, ഉയരം, ദിശ എന്നിവ കൃത്യമല്ലാത്തപ്പോൾ, റൺവേയിൽ അപ്രതീക്ഷിത തടസ്സമുണ്ടായാൽ, പെട്ടെന്ന് കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ, മറ്റു വിമാനങ്ങളുമായി സുരക്ഷിതമായ അകലം പാലിക്കാൻ കഴിയാതെ വന്നാൽ ഒക്കെ ഗോ എറൗണ്ട് വേണ്ടിവരും. ഗോ എറൗണ്ട് ഒരു അടിയന്തര സാഹചര്യമല്ല, മറിച്ച് സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കാൻ പൈലറ്റുമാർ പരിശീലിച്ചിട്ടുള്ള സാധാരണ നടപടി മാത്രമാണ്. കഴിഞ്ഞ ഡിസംബറിൽ മോശം കാലാവസ്ഥ കാരണം ഇൻഡിഗോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഗോ എറൗണ്ട് നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് 160 പേരുമായി പറന്നിറങ്ങിയ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ എയർ ഇന്ത്യ ഈ വിശദീകരണവും നൽകിയിട്ടുണ്ട്. സംഭവിച്ചത് ഗോ എറൗണ്ട് ആണെന്നും റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല എന്നുമാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ പൈലറ്റുമാർ സജ്ജരാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും സാധാരണ രാത്രി 7:10 പുറപ്പെടേണ്ടിയിരുന്ന ASC 2455 വിമാനം 7:45 ഞായറാഴ്ച പുറപ്പെട്ടത്. യാത്ര ആരംഭിച്ച് 15 മിനിറ്റിൽ തന്നെ റഡാറുമായുള്ള ബന്ധം തകരാറിലായതായി പൈലറ്റ് അനൗൺസ് ചെയ്തു. വിമാനം ചെന്നൈയിലേക്ക് തിരിച്ചുവിടുന്നതായും 1 മണിക്കൂറിൽ ലാൻഡ് ചെയ്യുമെന്നും അറിയിച്ചു. ചെന്നൈ വിമാനത്താവളത്തിന് സമീപമെത്തിയ വിമാനം ഇന്ധനം കത്തിച്ചു തീർക്കാനായി 1 മണിക്കൂറോളം വട്ടമിട്ട് പറന്നു. പിന്നീട് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും 15 മിനിറ്റോളം വീണ്ടും പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്തത്. തുടർന്ന് യാത്രക്കാരെ സുരക്ഷിതമായി ടെർമിനലിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് പ്രശ്നമാണെങ്കിലും ഗോ എറൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട ആളുകളുമായി പോകുന്നൊരു വിമാനമാണ്. എംപിമാരടക്കം പോവുകയാണ്. ഇവർ ഈ ഗോ എറൗണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് എന്താണ് എന്നല്ലേ പറയേണ്ടത്? ഗോ എറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണെന്ന് മാത്രമല്ല എയർ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ. അതെ, വിമാനം എന്ത് സാങ്കേതിക തകരാറ് കൊണ്ടാണ് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യേണ്ടി വന്നത്? റഡാറുമായിട്ടുള്ള ഇത് വിച്ഛേദിക്കപ്പെട്ടു, എങ്ങനെ അത് വിച്ഛേദിക്കപ്പെട്ടു, എന്താണ് അതിന്റെ കാരണം? ഇതൊന്നും പറയാതെ ഗോ എറൗണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് സാധാരണക്കാരന് എന്ത് ഗോ എറൗണ്ട്? വിമാനത്തിന് എന്ത് പറ്റിയെന്നല്ലേ പറയണ്ടത്? തീർച്ചയായിട്ടും വിമാനത്തിന് എന്ത് പറ്റിയെന്നുള്ളതാണ് എല്ലാവരും അന്വേഷിക്കേണ്ടത്. കാരണം അന്വേഷിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്ന് അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായപ്പോഴും ഡെഡ് ബോഡി അടക്കം മാറിയൊക്കെയാണ് പോയത്. അതുമാത്രമല്ല, അന്ന് ബ്ലാക്ക് ബോക്സ് പരിശോധിക്കാൻ ഇന്ത്യയിൽ സംവിധാനങ്ങൾ എല്ലാം അപര്യാപ്തമാണ്. പിന്നെ അമേരിക്കയ്ക്ക് വിടണം. ഒരു ബ്ലാക്ക് ബോക്സ് ഇവിടെ പരിശോധിക്കാം, 1 അമേരിക്കയ്ക്ക് വിടേണ്ടി വരും. എങ്കിൽ പിന്നെ 2 ഒരുമിച്ചങ്ങ് അവിടെ കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് വിചിത്രമായ സംഭവങ്ങളാണ്. നമ്മൾ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് KSRTCയേക്കാൾ കഷ്ടമാണ് എയർ ഇന്ത്യയുടെ അവസ്ഥയെന്നാണ്. കാരണം ഒന്നും കാലപ്പഴക്കം ചെന്ന കണ്ടം ചെയ്യാറായ വിമാനങ്ങളാണ്. ഇത് അന്തരീക്ഷത്തിലൂടെ പോകുന്ന എന്നുള്ളൊരു ചിന്തയുമില്ല. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഒരു അപകടവും സംഭവിക്കാതെ പോകുന്നെന്ന് മാത്രം. പലരും ഗൾഫിൽ പോകുന്നവരാരും തന്നെ ഇത് സെലക്ട് ചെയ്യുന്നതുമില്ല. ഇപ്പം മറ്റ് രാജ്യങ്ങളിലെ വിമാനങ്ങളാണ്, സൗദി അറേബ്യയുടെ അടക്കമുള്ള വിമാനങ്ങളൊക്കെയാണ് പലരും ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഗോ എറൗണ്ട്, മെയ്ഡേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിശദീകരണങ്ങൾ നൽകിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് പണ്ട് പെരുമൺ ദുരന്തം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞത് ടൊർണാഡോ ചുഴലിക്കാറ്റെന്ന് പറഞ്ഞൊരു ചുഴലിക്കാറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ആ പേര് അന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, ടൊർണാഡോ ചുഴലിക്കാറ്റ്. എന്ത് ചുഴലിക്കാറ്റാണ് ഇതൊക്കെ? അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇവരത് ആരുടെയെങ്കിലും പ്രകൃതിയുടെയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെയോ
അല്ലെങ്കിൽ മറ്റു വിമാനങ്ങൾ വന്ന് തട്ടുമെന്ന് പേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് കൃത്യമായ രീതിയിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നതാണ്. വളരെ VIP-കളാണ് ഇതിനകത്ത് സഞ്ചരിക്കുന്നതിലധികവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവൻ സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുമാത്രമല്ല ഭീമമായ സംഖ്യ കൊടുത്താണ് ഒരാൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്, അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ലാഭവും എല്ലാം അതിൻ്റെ ഇരട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇത് വളരെ സുതാര്യമാക്കണം, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യത ഉറപ്പുവരുത്തണം. അതിന് എല്ലാം സുസജ്ജമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഒരു വിമാനം പറത്തേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഒരു KSRTC ബസ്സാണെങ്കിൽ അതിൻ്റെ ടയർ ഇച്ചിരി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പഞ്ചറായി വഴി കിടക്കുന്നേ ഉള്ളൂ, അല്ല വേറെ അപകടം ഉണ്ടാവില്ല. പക്ഷേ ഇതതുപോലല്ലല്ലോ. അന്തരീക്ഷത്തിലൂടെ പോകുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ നേരെ കടലിലേക്ക് പതിക്കും, അല്ലെങ്കിൽ താഴേക്ക് വീണാൽ അത് കത്തിയമരും. ഇത് മനസ്സിലാക്കാതെ ഗോയറോ ഉണ്ടെന്നുള്ള കാരണങ്ങളും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്ന എയർ ഇന്ത്യയുടെ ഈ നടപടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ ഒരു എയർലൈൻ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര പരാതികളാണ് ഓരോ ദിവസവും എയർ ഇന്ത്യയെക്കുറിച്ച് വരുന്നത്. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് 7:10 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം 7:45 പുറപ്പെട്ടത്, അരമണിക്കൂർ ലേറ്റ്. അപ്പോൾ ഇങ്ങനെ കൃത്യസമയത്ത് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരാൾക്ക് ഈ വിമാനത്തിൻ്റെ യാത്രയിൽ ഇതേപോലെ ലേറ്റ് ആവുന്നതും വൈകി ഇറങ്ങുന്നതും ഒക്കെ വരുന്ന വിഷയം ഉണ്ടാകുമ്പോൾ പല ആളുകളും ഇപ്പോൾ കഴിഞ്ഞ അഹമ്മദാബാദ് വിമാന അപകടം കഴിഞ്ഞതിന് ശേഷം 20% ടിക്കറ്റ് ആണ് ഈ എയർ ഇന്ത്യയിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ള ആളുകൾ. ആ 20% ആളുകൾ എയർ ഇന്ത്യ യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നല്ല സർവീസാണ്, അവരുടെ നല്ല പെരുമാറ്റമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ടും ആ എയർലൈൻ സംവിധാനം ഉപയോഗിക്കാനോ തയ്യാറാവും. പക്ഷേ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 20% ആളുകൾ എയർ ഇന്ത്യയെ, യാത്രക്കാരിൽ 20% ആളുകൾ എയർ ഇന്ത്യയെ കൈയൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. മറ്റ് യാത്രാ സംവിധാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ, ഇൻഡിഗോ പോലുള്ള വിമാനങ്ങൾ, സ്പൈസ് ജെറ്റ് അങ്ങനെയുള്ള വിമാനങ്ങളെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള വിമാനങ്ങളിലാണ് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നതെന്നാണ് പറയുന്നത്. ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അഹമ്മദാബാദിൽ തകർന്നു വീണത്. കൃത്യമായിട്ട് ഇതുവരെ ബോയിങ്ങിൻ്റെ അധികൃതർക്ക് പോലും അതിൻ്റെ പരിശോധന നടത്തിയിട്ട് എന്താണ് കാരണം എന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ധന വിതരണ സ്വിച്ചിന് തകരാറുണ്ടായി എന്ന് മാത്രം എഴുതി കൊടുത്തിട്ട് അത് പൈലറ്റ് ആരോ ഓഫ് ചെയ്തതാണ് എന്ന് പറയുന്നത്. പൈലറ്റാണ് ഓഫ് ചെയ്തതെന്ന് പറഞ്ഞു, പൈലറ്റ് അല്ല എന്ന് പറയുന്നത് പൈലറ്റ് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് പൈലറ്റിൻ്റെ തലയിൽ, ഇപ്പം നേരത്തെ ബിൻചേട്ടൻ സൂചിപ്പിച്ചല്ലോ മറ്റേ ടൊർണാഡോ ചുഴലിക്കാറ്റിൻ്റെ കഥ, അതല്ല എന്ന് പറയാൻ വേറെ ആർക്കും അറിയില്ല എന്താ ഇത് എന്നുള്ളത്. അപ്പോൾ ടൊർണാഡോ എങ്കിൽ ടൊർണാഡോ, ഇവിടെ പൈലറ്റ് എങ്കിൽ പൈലറ്റിൻ്റെ പടലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഉത്തരവായോ ആയി. ഒരു അപകടത്തിന് കാരണം എന്താണ്? പൈലറ്റ് ഇന്ധന വിതരണ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട്. ഏതെങ്കിലും ഒരു പൈലറ്റ് ഇന്ധന വിതരണ സ്വിച്ച് ഓഫ് ചെയ്യുമോ? ഇനി അങ്ങനെ ഓഫ് ചെയ്യണമെങ്കിൽ മാത്രം ഇയാൾ എത്രമാത്രം വലിയ സൈക്കോ ആയിരിക്കണം. ഈ സൈക്കോ ആയിട്ടുള്ള ഒരാളെയാണ് അപ്പോൾ എയർ ഇന്ത്യ ഇതിനകത്ത് നിർത്തുന്നത്. കാരണം ഓരോ തവണയും അവരുടെ ശാരീരിക മാനസിക പരിശോധനകൾ നടത്തി വേണമല്ലോ അതിനകത്തേക്ക് കടത്തിവിടാൻ, വിമാനത്തിനകത്തേക്ക്. കാരണം നമുക്കറിയാം ഈ ശാരീരികമായ പരിശോധനകളടക്കം നടത്തണം, ചെവിയുടെ കേൾവി, കാഴ്ച, ഒപ്പം മാനസിക നിലയും പരിശോധിച്ച് വേണം വിടാൻ. അല്ലെങ്കിൽ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരാളെ കയറ്റിവിട്ട് അയാൾ മേളിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇടുന്നത് അത് ഒരിക്കലും അനുവദനീയമല്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.